വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബ്രൗണിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും പിന്നെ അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് നമ്മളിതിൽ യൂസ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പുള്ള ബട്ടർ നമ്മൾ ഒരിക്കലും യൂസ് ആക്കാനായിട്ട് പാടില്ല. നമ്മൾ അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ വേണം അപ്പോൾ യൂസ് ആക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെല്ലോടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതിൽ 3 ബാറാണ് വരുന്നത് നമുക്ക്. അപ്പോൾ നമ്മളതിൽ ഫസ്റ്റ് ബാർ നമ്മൾ എടുത്തതിന് ശേഷം പിന്നെ സെക്കൻഡ് ബാറിൽ ഹാഫാണ് നമ്മൾ അതിന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മൾ എക്സ്ട്രാ കൊക്കോ പൗഡറൊക്കെ നമ്മൾ ആഡ് ചെയ്യണ കാരണം പിന്നെ നമുക്ക് അത്ര ചോക്ലേറ്റിൻ്റെ അത്ര ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടി വരില്ല, കാരണം കൊക്കോ പൗഡർ ആഡ് ചെയ്യണ കാരണം. അപ്പോൾ നമ്മൾ 1.5 ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളത് കുനുകുനാന്ന് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടേയിരിക്കണം, കാരണം മെൽറ്റ് ആവാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്ക് മെൽറ്റ് ആക്കുമ്പോൾ കട്ടിയിലാവുമ്പോൾ നമുക്കത് ടൈമും കൂടുതലാണ് മെൽറ്റ് ആവാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി അരിയണി നമുക്ക് വെക്കം തന്നെ അത് മെൽറ്റായിട്ട് കിട്ടും. പിന്നെ നമ്മളിന്ന് മിക്സിയിലാണ് നമ്മളിന്ന് സെറ്റാക്കാൻ പോകുന്നത്. ബീറ്ററുള്ളവർക്ക് ബീറ്റർ വെച്ചിട്ട് ചെയ്യാം. നമ്മളിന്ന് മിക്സിയിലാണെന്ന് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ 1 കപ്പ് ഷുഗറാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത്. ഞാൻ കുറച്ചധികം ഷുഗർ എടുക്കുന്നുണ്ട്, പക്ഷെ അത് വേറൊരു കാര്യത്തിനോട് ചെയ്യാനുള്ളതാണ് കുറച്ചധികം കാണുന്നത്. അപ്പോൾ നമുക്ക് പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, 1 കപ്പ് ഫുള്ള് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് പൊടിച്ചാലും കുറച്ചധികം ക്വാണ്ടിറ്റി നമുക്ക് അതിൽ നിന്ന് കിട്ടും, പക്ഷെ അളന്നിട്ടാണ് നമ്മൾ അതിൽ നിന്ന് എടുക്കേണ്ടത് 1 കപ്പായിട്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ച ചോക്ലേറ്റിൽ നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ഒരിക്കലും തണവ് പാടില്ല, അതുപോലെ തന്നെ അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറേ പാടുള്ളൂ. അങ്ങനെ എനിക്കാണെങ്കിൽ ഇളക്കാൻ വയ്യ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അമ്മനെ വിളിച്ച്. അപ്പോൾ അമ്മയാണ് കുറച്ച് മിക്സ് ചെയ്യണത്. അപ്പോൾ അമ്മ ഹായൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അമ്മ കുറച്ച് നേരം അത് മിക്സ് ചെയ്ത് അടിയിൽ ചൂടുള്ള പാത്രമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആവിയായിട്ട് നമുക്കത് മെൽറ്റായിട്ട് വരും. പിന്നെ നമ്മൾ 3 കോഴിമുട്ടയാണ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 3 കോഴിമുട്ട ആഡ് ചെയ്തിട്ട് കുറച്ച് വാനില എസൻസ് നമുക്കതിൽ ആഡ് ചെയ്യാം. ഓപ്ഷണലാണ്, എന്നാലും ആഡ് ചെയ്യാം. അങ്ങനെ നമ്മളത് മിക്സൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മെൽറ്റാക്കിയിട്ടുള്ള ചോക്ലേറ്റിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അമ്മ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം മിക്സ് ചെയ്യും, അമ്മ കുറച്ച് നേരം മിക്സ് ചെയ്യും. ഞാൻ കുറച്ച് നേരം മിക്സ് ചെയ്യും, അമ്മ കുറച്ച് നേരം മിക്സ് ചെയ്യും. അങ്ങനെ 2 പേരും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ മിക്സൊക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്കിൽക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരേ ഒരു ലെവലിൽ തന്നെ മിക്സ് ചെയ്യും, പക്ഷെ ഇത് കുഴപ്പമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 3 ഭാഗമായിട്ടാണ് നമ്മൾ മൈദയും കൊക്കോ പൗഡറും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും കൂടെ ഇടയിട്ടുള്ള മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റേതായിട്ടുള്ള ട്രേയിലേക്ക് നമ്മൾ വെച്ചതിന് ശേഷം പിന്നെ അത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കും. അപ്പോൾ നമ്മൾ ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുനുകുന കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്യുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. നല്ല രസത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കേക്കും ബ്രൗണിയും തമ്മിലുള്ള ഡിഫറൻറ്റ് വെച്ച് ചോദിക്കുമ്പോൾ കേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റാണ്, പക്ഷേ ബ്രൗണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹാർഡ്നെസ് ആണ്. അപ്പോൾ കേക്ക് പോലെയല്ല ബ്രൗണി. അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്കൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ആയി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ കുറച്ച് കഴിച്ചൊക്കെ നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ചൂടാറിയതിനൊക്കെ ശേഷമാണെങ്കിൽ നമുക്ക് അതുപോലെ ക്രീമും കാര്യങ്ങളൊക്കെ, ക്രീമല്ല ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കത് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ നാളേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.